പറയുമ്പോൾ ടൂ വീലറും ഫോർ വീലറും ഒക്കെ ഓടിക്കും എന്ന് പറയുമെങ്കിലും ടൂ വീലറിൽ സ്കൂട്ടി മാത്രമായിട്ടോ എനിക്ക് ഓടിച്ച് പരിചയമുള്ളൂ. ബൈക്ക് അങ്ങനെ ഓടിച്ച് പരിചയമില്ല. ഇടയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ സച്ചിനോട് ചോദിക്കും ബൈക്കൊന്നും ഓടിച്ച് നോക്കണമെന്ന്. പക്ഷെ ഞാൻ ഒരു ഇൻട്രസ്റ്റും കാണിക്കാറില്ല. എനിക്ക് എന്തോ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഇന്ന് എനിക്കൊന്ന് ഓടിച്ച് നോക്കിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ബൈക്കുമുള്ള ആദ്യത്തെ പരീക്ഷണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു പേടി എൻ്റെ മുഖത്ത് ഇല്ലാതില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണല്ലോ ഓടിക്കുന്നത്. ഇടിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് പണ്ട് റോഡ് ആക്സിഡൻ്റ് ആയതിനു ശേഷം ആ ഒരു റോഡിനോടുള്ള ട്രോമയൊക്കെ മാറി വീണ്ടും വണ്ടിയൊക്കെ ഓടിച്ചു തുടങ്ങിയതിൽ ഇപ്പം ആലോചിക്കുമ്പോൾ എന്താ നന്നായിന്ന് തോന്നുവാണ്. അന്ന് അങ്ങനെ പേടിച്ചിരുന്നായിരുന്നെങ്കിൽ ഇന്നിപ്പം ഈ പറയുന്ന പോലെ ടൂ വീലർ ഫോർ വീലർ ഒന്നും എടുക്കാൻ പറ്റൂലായിരുന്നു. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിനോട് പേടിയുണ്ടെങ്കിൽ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാതെ ആ പേടി മാറ്റിയെടുത്തില്ലെങ്കിൽ ലൈഫിൽ കുറേ നല്ല മൊമെൻറ്റ്സ് മിസ് ചെയ്യും. ഇന്നത്തെ ആ ആക്സിഡൻറ്റിന് ശേഷം വണ്ടി ഇനി തൊടൂലാന്ന് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ലൈഫിൽ നഷ്ടപ്പെട്ടെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ. നമ്മുടെ ആ ഒരു ആക്സിഡൻറ്റ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനൊരു കമൻറ്റ് ആലോചിച്ചത്. ഒരു കമൻ്റ് അല്ല, കുറേ പേര് അന്നാളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ആക്സിഡൻറ്റ് ആയതിനു ശേഷമാണോ മുൻപാണോ സച്ചുമായിട്ട് റിലേഷൻഷിപ്പിലായെന്ന്. മുൻപാണ് കേട്ടോ. എനിക്ക് ആക്സിഡൻ്റ് ആവുന്നതിന് മുന്നേ 1 വർഷം മുന്നാണ് ഞങ്ങൾ റിലേഷൻഷിപ്പിലാവുന്നത്. എനിക്ക് ആക്സിഡൻറ്റ് പറ്റുമ്പോൾ സച്ചു മേഘാലയയിലാണ് കേട്ടോ. പക്ഷെ എന്നെ ലോറി ഇടിച്ചു, എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആദ്യം അറിഞ്ഞത് സച്ചുവാണ്. കാരണം എൻ്റെ ലാസ്റ്റ് കോള് വിളിച്ചു നിർത്തിയത് സച്ചുവിനെയാണ് കേട്ടോ. അപ്പോൾ ആക്സിഡൻറ്റ് നടന്ന സ്പോട്ടിൽ നിന്ന് ഫോൺ എടുത്ത് പോലീസുകാർ ലാസ്റ്റ് ഏത് നമ്പറാണോ വിളിച്ചു നിർത്തിയത് അതിലേക്കാണ് കേട്ടോ ആദ്യം വിളിച്ചത്. അങ്ങനെ ആദ്യമായിട്ട് അറിഞ്ഞത് സച്ചു തന്നെയാണ്. അന്ന് പോലീസുകാർ ഈ കുട്ടിക്ക് ഒരു വലിയ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട്, നിങ്ങൾ ഈ കുട്ടിയുടെ ആരാണ്, പെട്ടെന്ന് സ്പോട്ടിൽ എത്താമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സച്ചു ആകെ ബ്ലാങ്ക് ആയിപ്പോയി. കാരണം ആളിവിടെ ഇല്ല. ആൾക്ക് അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നാട്ടിൽ ആരെങ്കിലൊക്കെ അറിയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെയും പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡിനെയൊക്കെ ആളാണ് വിളിച്ച് പറഞ്ഞത്. ആക്ച്വലി ബ്ലഡിൽ കുളിച്ച് കിടന്ന് തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് പോയത്. സോ അതേ സീരിയസ്നെസ്സിൽ തന്നെയാണ് സച്ചുവിനോട് പോലീസുകാർ ഇത് അറിയിച്ചതും. അതുകൊണ്ട് തന്നെ ആൾ കുറേ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആക്സിഡൻറ്റിനൊക്കെ ശേഷം ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞങ്ങൾ നേരിട്ട് കണ്ടതും കാര്യങ്ങളൊക്കെ കേട്ടോ.